എല്ലാവർക്കും ഡെന്റൽ അസിസ്റ്റന്റിന്റെ വോള്യൂം 6 ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് പെരിയോഡോണ്ടിക്സ് ആണ്. പെരിയോഡോണ്ടിക്സ് ലാസ്റ്റ് ഇയറും നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്സ് ആണ്, പെരിയോഡോൺഷ്യമിന്റെ ബേസിക്സ് ആണ് കണ്ടത് നമ്മൾ. അതിൽ നമ്മൾ ഡീൽ ചെയ്ത ടോപ്പിക്സ് പാർട്സ് ഓഫ് പെരിയോഡോൺഷ്യം, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെരിയോഡോണ്ടൽ ഹെൽത്ത് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ഓഫ് പെരിയോഡോൺഷ്യ. ഇത്തവണ നമ്മൾ ബാക്കി പെരിയോഡോൺഷ്യയിൽ നമ്മൾ ബാക്കി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, പെരിയോഡോണ്ടൽ ഡിസീസസ്, ഓറൽ പ്രൊഫൈലാക്സിസ് മെത്തേഡ്സ് ആൻഡ് ഓറൽ ക്യാൻസറിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്സ് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് പെരിയോഡോണ്ടൽ ഡിസീസസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ്. പാർട്ട് 2-ൽ ഓറൽ പ്രൊഫൈലാക്സിസ് മെത്തേഡ്സ് ആൻഡ് ഓറൽ ക്യാൻസർ. നമുക്ക് പെരിയോഡോണ്ടൽ ഡിസീസസിലോട്ട് പോവാം. എന്താണ് പെരിയോഡോണ്ടൽ ഡിസീസസ്? പെരിയോഡോൺഷ്യമിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഇനിയാണ് പെരിയോഡോണ്ടൽ ഡിസീസസ് എന്ന് പറയുന്നത്. പെരിയോഡോൺഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് ദി ടൂത്ത് ആണ് പെരിയോഡോൺഷ്യം. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ചിത്രത്തിൽ കാണുന്നത് മാതിരി ഗം, സിമെന്റം, ആൽവിയോളാർ ബോൺ, പെരിയോഡോണ്ടൽ ലിഗ്മെന്റ്. ഇവ നാലും ചേർന്നതാണ് പെരിയോഡോൺഷ്യം. അതായത് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ, ടീത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്. ഇതിന് ഉണ്ടാകുന്ന ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ അല്ലെങ്കിൽ ഡിസീസസിനെയാണ് നമ്മൾ പെരിയോഡോണ്ടൽ ഡിസീസസ് എന്ന് പറയുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള ഡിസീസസ് ആണ് നമ്മൾ കാണുന്നത്: ജിഞ്ചിവൈറ്റിസ്, പെരിയോഡോണ്ടൈറ്റിസ് ആൻഡ് അൾസേഴ്സ്. പെരിയോഡോണ്ടൈറ്റിസ് പല തരത്തിലുള്ള പെരിയോഡോണ്ടൈറ്റിസ് ഉണ്ട്. കോമൺ ആയിട്ട് കാണുന്നത് ക്രോണിക് പെരിയോഡോണ്ടൈറ്റിസ്, അഗ്രസീവ് പെരിയോഡോണ്ടൈറ്റിസ്, ജുവനൈൽ പെരിയോഡോണ്ടൈറ്റിസ് ആൻഡ് നെക്രോട്ടൈസിംഗ് പെരിയോഡോണ്ടൈറ്റിസ്. ഇതെല്ലാം നമുക്ക് ബേസിക്സ് പഠിക്കാം. എന്താണ് അതിന്റെ സൈൻസ്, എന്താണ് അതിന്റെ സിംറ്റംസ്, അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്. എന്താണ് ആദ്യം വരുന്നത്? ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഫോം ഓഫ് പെരിയോഡോണ്ടൽ ഡിസീസ് എന്ന് പറയുന്നത് ജിഞ്ചിവൈറ്റിസ് ആണ്. ഇറ്റ്സ് എ വെരി മൈൽഡ് ഫോം ഓഫ് ഗം ഡിസീസ്. ഗം ഡിസീസ് എന്ന് പറഞ്ഞാൽ പെരിയോഡോണ്ടൈറ്റിസ്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറുതായിട്ട് ഗംസ് ചുമന്ന് വരും. അറ്റം ഗമ്മിന്റെ മാർജിനൽ ജിഞ്ചാവ ചുമന്ന് വന്നിട്ടുണ്ടാവും, റെഡിഷ് ആയിട്ടുണ്ടാവും, ടെൻഡർനെസ് ഉണ്ടാവും, സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ചിലർക്ക് ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡ് ചെയ്യും, ബാഡ് ബ്രെത്ത് ഉണ്ടാവും. ഇതാണ് നമുക്ക് കാണുന്ന സിംറ്റംസ്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ്? ക്ലീനിങ് ആൻഡ് ഓറൽ പ്രൊഫൈലാക്സിസ്. പ്രോപ്പറായിട്ട് സ്കെയിലിംഗ്, ഡോക്ടറിന്റെ അടുത്ത് പോയി സ്കെയിലിംഗ് അല്ലെങ്കിൽ ഓറൽ പ്രൊഫൈലാക്സിസ് ട്രീറ്റ്മെന്റ് ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറ്റുക? വീട്ടിൽ നമ്മൾ ഉപ്പ് വെള്ളമൊക്കെ ഇട്ട് ഗാർഗിൾ ചെയ്ത് ഇതങ്ങ് പോവും, അതിന്റെ സിംറ്റംസ് അങ്ങ് പോവും. പക്ഷെ അണ്ടർലൈങ് ആയിട്ട് ആ ഡിസീസ് ഉണ്ടാകും. അപ്പം നമ്മൾ അത് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പെരിയോഡോണ്ടൈറ്റിസ് ആയിട്ട് പരിണമിക്കും. അതായത് ബോൺ ലോസ് ഉണ്ടാവും, ഗം ടിഷ്യൂ ലോസ് ഉണ്ടാവും, റിസെഷൻ ഉണ്ടാവും. അങ്ങനെ പല പ്രോബ്ലംസിലോട്ട് പോകും. അപ്പൊ ജിഞ്ചിവൈറ്റിസ് നമ്മൾ ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. അടുത്ത് വരുന്നത് ഇത് പെരിയോഡോണ്ടൈറ്റിസ് ആണ്. Periodontitis is a set of inflammatory conditions affecting the supporting structures of the tooth or the periodontium. അപ്പോൾ ആദ്യം ജിഞ്ചിവൈറ്റിസിൽ തുടങ്ങി. ജിഞ്ചിവൈറ്റിസ് നമ്മൾ ട്രീറ്റ് ചെയ്യാത്തപ്പോൾ ഇത് കൂടുതൽ ഡിസീസ് കൂടി അത് പെരിയോഡോണ്ടൈറ്റിസ് ആയിട്ട് പരിണമിക്കും. ഇതിന്റെ സിംറ്റംസ് എന്താണ്? ബേസിക് ആയിട്ട് സെയിം സിംറ്റംസ് ആണ്. സ്വോളൻ ഗംസ് കുറച്ചും കൂടെ സ്വോളൻ ആയിരിക്കും. നമ്മളൊന്ന് പ്രോബ് ചെയ്യുമ്പോഴേക്കും ബ്ലീഡിങ് ഉണ്ടാവും. ചിലപ്പോൾ ബ്ലീഡിങ് സ്പോണ്ടേനിയസ് ആയിട്ട് കാണും. റിസെഷൻ ഓഫ് ഗംസ് എന്ന് പറഞ്ഞാൽ ഗംസ് ടീത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിട്ട്, താഴ്ന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബാഡ് ബ്രെത്ത്, ഹാലിറ്റോസിസ് എന്നാണ് നമ്മൾ ബാഡ് ബ്രെത്തിന് പറയാം. ബാഡ് ബ്രെത്ത് ഉണ്ടാവും. And if left untreated leads to bone loss and loosening of teeth and loss of teeth. എന്നിട്ടും നമ്മൾ ഒരു ട്രീറ്റ്മെന്റും എടുത്തില്ല, നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ ഒരു സ്റ്റെപ്സും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ബോൺ ലോസിലോട്ട് പരിണമിക്കും. ഇൻഫെക്ഷൻ ബോൺസിലോട്ട് പോവും, ബോൺ ലൂസ് ചെയ്യും. ബോൺ ലൂസ് ചെയ്യുമ്പോൾ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിന് കോംപ്രമൈസ്ഡ് ആവും. സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് കോംപ്രമൈസ്ഡ് ആവുകയാണെങ്കിൽ പല്ല് ആടിത്തുടങ്ങും. ലൂസനിങ് ഓഫ് ടീത്ത് മൊബിലിറ്റി എന്ന് പറയും അതിന്. ക്രമേണ അത് ആടി അങ്ങ് we lose our teeth.
ഈ സ്ലൈഡിൽ നമ്മൾ ഗം ഡിസീസിൽ നിന്ന് ഹെൽത്തി ഗംസിൽ നിന്നും പെരിഡോണ്ടൽ ഡിസീസിലോട്ട് എങ്ങനെ പോകുന്നു സ്റ്റേജസ് ആണ് കാണിക്കുന്നത്. ആദ്യം കാണിക്കുന്നത് ഹെൽത്തി ഗം ആണ്. നല്ല പിങ്കിഷ് ഹ്യൂ ഉള്ള ഗംസ് ആണ്. കണ്ടാൽ അറിയാം നമുക്ക് ഹെൽത്തി ഗംസ്. ഗം ഡിസീസ് ഇത് ജിഞ്ചിവൈറ്റിസ് ആണ് കാണിക്കുന്നത്. ചെറുതായിട്ട് സ്വോളൻ ആയിട്ടുണ്ട്, പിങ്കിഷ് അല്ലെങ്കിൽ റെഡിഷ് ഡിസ്കളറേഷൻ ഉണ്ട്, ബ്ലീഡിംഗ് ഓൺ ബ്രഷിംഗ് ഉണ്ട്. അടുത്ത കാണിക്കുന്ന സ്ലൈഡ്, റൈറ്റ് മോസ്റ്റ് കാണിക്കുന്ന സ്ലൈഡ് പെരിഡോണ്ടൈറ്റിസ് ഉണ്ട്. റിസെഷൻ ഓഫ് ഗംസ് ഉണ്ട്. സെൻട്രൽ ഇൻസൈസറിലൊക്കെ ഗം താഴോട്ട് പോയിട്ടുണ്ട്. നല്ലോണം പ്ലാക്ക് ആൻഡ് കാൽക്കുലസ് അക്യുമുലേഷൻ ഉണ്ട്. ഇത് ആ പല്ലുകൾ, റിസെഷൻ ഉള്ള പല്ലുകളൊക്കെ ആടി തുടങ്ങിയിട്ടുണ്ടാവും. ഇതാണ് പെരിഡോണ്ടൈറ്റിസ്. ഇതാണ് സ്റ്റേജസ് ഓഫ് ജിഞ്ചൈവൽ ഡിസീസ്. നിങ്ങൾ ഇത് ലാസ്റ്റ് ഇയറും കണ്ടു. ഹെൽത്തി ഗമ്മിൽ നിന്നും ജിഞ്ചിവൈറ്റിസ് ആകുന്നു. ജിഞ്ചിവൈറ്റിസ് ഇഫ് ലെഫ്റ്റ് അൺട്രീറ്റഡ് പ്രോഗ്രസസ് ടു പെരിഡോണ്ടൈറ്റിസ്, ആൻഡ് പെരിഡോണ്ടൈറ്റിസ് ഇഫ് ലെഫ്റ്റ് അൺട്രീറ്റഡ് ലീഡ്സ് ടു ലൂസനിങ് ഓഫ് ടീത്ത്. ബോൺ ടിഷ്യൂ ലൂസ് ചെയ്ത് പല്ലിന് മൊബിലിറ്റി കൂടുന്നു. താഴത്തെ സ്ലൈഡും ബേസിക്കായിട്ട് അത് തന്നെയാണ് കാണിക്കുന്നത്. നോർമൽ ടൂത്ത് എന്താണെന്നും പെരിഡോണ്ടൈറ്റിസ് എഫക്ട് ചെയ്തിട്ടുള്ള ടൂത്ത് എന്താണെന്നും കാണിക്കുന്നുണ്ട്. പെരിഡോണ്ടൈറ്റിസിന്റെ ടൈപ്സ് എന്താണെന്ന് നമുക്കൊന്ന് വേഗം പറഞ്ഞു പോകാം. acute periodontitis, chronic periodontitis, aggressive periodontitis, juvenile periodontitis and necrotizing periodontitis. Acute periodontitis എന്ന് പറഞ്ഞാൽ സഡൻ ഓൺസെറ്റ് ആണ് ആൻഡ് പ്രോഗ്രസസ് വേഗം സ്റ്റേജസ് അങ്ങ് പ്രോഗ്രസ് ചെയ്യും. ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ടാണ് തുടങ്ങുക ആൻഡ് പ്രോഗ്രസിങ്ങും സ്ലോലി ആയിരിക്കും. അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഏജിലെ പെരിഡോണ്ടൈറ്റിസ് ആയി മാറുകയും മൾട്ടിപ്പിൾ ടീത്ത്, ഒന്നിലധികം പല്ലുകൾ ഇൻവോൾവ് ആവുകയും ചെയ്യുന്നു. ജുവനൈൽ പെരിഡോണ്ടൈറ്റിസ് അഡോളസൻസിലാണ്, ടീനേജ് ഗ്രൂപ്പിലാണ് കാണുന്നത്. അഗ്രസീവ് ലോസ് ഓഫ് ടൂത്ത് സ്ട്രക്ചർ ആണ്. അപ്പൊ വേഗം പല്ലൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോകാനുള്ള ടെൻഡൻസി കാണിക്കും. നെക്രോട്ടൈസിംഗ് പെരിഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജിഞ്ചൈവൽ ടിഷ്യൂ നെക്രോട്ടൈസ്ഡ് ആയി പഴുത്ത് പോകുന്നു. അടുത്ത ഒരു കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു ജിഞ്ചൈവൽ കണ്ടീഷനാണ് അൾസേഴ്സ്. അൾസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രേക്ക് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓർ സ്കിൻ. ഇപ്പൊ സ്കിന്നിലായാലും മ്യൂക്കസ് മെംബ്രെയിനിലായാലും ഉള്ള ബ്രേക്ക് വിത്ത് ലോസ് ഓഫ് സർഫസ് ടിഷ്യൂ ആൻഡ് ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇതിനെയാണ് അൾസർ എന്ന് പറയുന്നത്. മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഓറൽ ക്യാവിറ്റിയൊക്കെ ലൈൻ ചെയ്തിരിക്കുന്ന നനുത്ത മെംബ്രെയിനെയാണ് നമ്മൾ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ വാ തുറന്നിട്ടുണ്ടെങ്കിൽ നനുത്ത ഒരു മെംബ്രെയിൻ അല്ലേ കാണുന്നത്, അതിനെ നമ്മൾ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ സ്കിന്നിൽ കാണുന്ന ഒരു സ്കിൻ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിനിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് അൾസർ. ഇതിൽ ലോസ് ഓഫ് സർഫസ് ടിഷ്യൂ ഉണ്ടാവും, എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ ഡിസൻറ്റിഗ്രേഷൻ, അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അൾസേഴ്സ് ഓറൽ ക്യാവിറ്റിയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് ഓറൽ അൾസേഴ്സ് എന്ന് പറയുന്നു. നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അൾസേഴ്സ് വളരെ കോമൺ ആയി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അതെന്ത് പെയിൻഫുൾ ആണെന്നും കഴിക്കാനും നോർമൽ ഫങ്ഷൻസിനൊക്കെ എത്രത്തോളം കോംപ്രമൈസ്ഡ് ആയി പോകുന്നു നമുക്കറിയാം. മെയിൻ ആയിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കണ്ട മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ്സ് തരുന്നു. ചിലപ്പോൾ ട്രോമ കൊണ്ടുണ്ടാകാം. ട്രോമ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുമ്പോൾ കടി പറ്റുക, ചുണ്ടില് അല്ലെങ്കിൽ ചീക്സിൽ കടി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അൾസറായിട്ട് വരാം. എന്തെങ്കിലും ബേൺസ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ചൂട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ബേൺസ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അൾസറായിട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ വായിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല ട്രോമയുണ്ടായിട്ടുണ്ടെങ്കിൽ അതും അൾസറായിട്ട് പരിണമിക്കാം. അപ്പൊ അൾസർ ഒരു പെയിൻഫുൾ കണ്ടീഷനാണ്. ഇതിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഡിസീസസ് എന്താണെന്ന് പഠിച്ചു. ഇനി പെരിഡോണ്ടൽ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് പറയാം. പെരിഡോൺഷ്യയിൽ നമ്മൾ സാധാരണയായി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഓറൽ പ്രൊഫൈലാക്സിസ്, ക്യൂററ്റാജ്, ജിഞ്ചിവെക്ടമി, ജിഞ്ചിവോപ്ലാസ്റ്റി, ഫ്ലാപ്പ് സർജറി, ഗ്രാഫ്റ്റിംഗ്, ഓസ്റ്റിയോപ്ലാസ്റ്റി, ഓസ്റ്റെക്ടമി ആൻഡ് റൂട്ട് പ്ലേനിങ്. ഇത് എന്തൊക്കെയാണെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്ക് കണ്ടുപോകാം. എന്താണ് ഓറൽ പ്രൊഫൈലാക്സിസ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് പ്ലാക്ക് ആൻഡ് കാൽക്കുലസ് അക്യൂമുലേഷൻ ഫ്രം ദ ടീത്ത് യൂസിങ് ഹാൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഓർ അൾട്രാസോണിക് സ്കെയിലർ. എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് വായിൽ അടിഞ്ഞുകൂടിയ പ്ലാക്കും കാൽക്കുലസിനെയും റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഓറൽ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ക്ലീനിങ്ങിന് പറയും. ക്ലീനിങ്, നിങ്ങളുടെ വായിൽ നല്ലോണം കാൽക്കുലസ് ഉണ്ട്, അത് ക്ലീൻ ചെയ്യണം എന്ന് പറയും. അപ്പോൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഓറൽ പ്രൊഫൈലാക്സിസ്. ജിഞ്ചൈവൽ ഡിസീസസ് അല്ലെങ്കിൽ ഗം ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനും ഉണ്ടായ
ഡിസീസ്, അതായത് ജിഞ്ചിവൈറ്റിസ് ആണ് ഓൾറെഡി ഉണ്ടെങ്കിൽ, ജിഞ്ചിവൈറ്റിസ് എന്ന കണ്ടീഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് അറസ്റ്റ് ചെയ്യാനും ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട റോളാണ് വഹിക്കുന്നത്. ഇത് നമുക്ക് ഹാൻഡ് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ അൾട്രാസോണിക് സ്കെയിലേഴ്സ് വെച്ച് ചെയ്യാം. അപ്പോൾ ഓറൽ പ്രൊഫൈലാക്സിസ് നമ്മൾ ഒരു ചെക്കപ്പ് എന്ന രീതിയിലോ മിനിമം ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന രീതിയിലോ എവറി 3 months എങ്കിലും ചെയ്യണം. അറ്റ്ലീസ്റ്റ് 6 monthsiനിടയിൽ നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ട് പല്ല് ചെക്ക് ചെയ്യിപ്പിക്കണം. അടുത്ത് വരുന്നത് ക്യൂററ്റാച്ച്. ഇത് പെരിഡോണ്ടൽ പോക്കറ്റ്സ് ഉണ്ടെങ്കിൽ, പെരിഡോണ്ടൈറ്റിസ് ഓൾറെഡി ഉണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ക്യൂററ്റാച്ച്. ഇറ്റ് ഈസ് ദ പ്യൂർ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദ ലൈനിങ് ഓഫ് ഇൻഫെക്റ്റഡ് ജിഞ്ചാവൽ പോക്കറ്റ്സ് യൂസിങ് ക്യൂററ്റ്സ്. ജിഞ്ചാവൽ പോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്നത് പെരിഡോണ്ടൈറ്റിസിന്റെ സമയത്താണ്. പെരിഡോണ്ടൈറ്റിസ് ഉണ്ട് എങ്കിൽ പല്ലിൽ നമുക്ക് ആ ലെഫ്റ്റിലുള്ള ചിത്രത്തിൽ കാണാം, ജിഞ്ചൈവൽ ടിഷ്യൂ അറ്റാച്ച്ഡ് ആണ് പല്ലിലോട്ട്, അല്ലേ? ആ പല്ലിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ജിഞ്ചൈവൽ ടിഷ്യൂ പതുക്കെ ഇങ്ങ് വിട്ടുവരും. അതിനെയാണ് ജിഞ്ചൈവൽ റിസെഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പോക്കറ്റ് എന്ന് പറയുന്നത്. ആ പോക്കറ്റിനെ ലൈൻ ചെയ്യുന്ന ആ പെരിഡോണ്ടൽ ടിഷ്യൂ നമ്മൾ ക്യൂററ്റ് വെച്ച് റിമൂവ് ചെയ്യുന്നു. ആ 3 ചിത്രങ്ങൾ കാണുന്നില്ലേ ലെഫ്റ്റ് സൈഡിൽ, അതിൽ കാണിക്കുന്നത് അതാണ്. ആദ്യത്തെ 2 ക്യൂററ്റ് വെച്ച് നമ്മൾ റിമൂവ് ചെയ്യുന്നതും മൂന്നാമത്തത് നമ്മൾ റിമൂവ് ചെയ്ത ജിഞ്ചൈവൽ ടിഷ്യൂ റിമൂവ് ചെയ്തതും ആണ് കാണിക്കുന്നത്. ഇത് നമ്മൾ പല്ലിൽ, ഏത് പല്ലിലാണോ പെരിഡോണ്ടൈറ്റിസ് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത് അതിലാണ്, ആ ഒരു പല്ലിലാണ് നമ്മളത് ചെയ്യുന്നത്. ക്യൂററ്റാജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ജിഞ്ചൈവൽ ക്യൂററ്റ്. ആൻഡ് നമ്മൾ റൈറ്റ് മോസ്റ്റിൽ കാണുന്നത് സബ് ജിഞ്ചൈവൽ ക്യൂററ്റാജ് ആണ്. സബ് ജിഞ്ചൈവൽ ഗംസിന്റെ അടിയിൽ നമ്മൾ ക്യൂററ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അടുത്ത് വരുന്നത് ജിഞ്ചിവെക്ടമി ആൻഡ് ജിഞ്ചൈവോപ്ലാസ്റ്റി. ജിഞ്ചൈവോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ റീഷേപ്പിംഗ് ഓഫ് ദി ഗം ടിഷ്യൂ. നമ്മൾ ഒന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ഗ്രോസ് ആയിട്ടുള്ള ഒരു സർജറി ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു മുഴ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റീഷേപ്പ് ചെയ്തെടുക്കുന്നു. ജിഞ്ചിവെക്ടമി എന്ന് പറയുമ്പോൾ അത് സർജിക്കൽ റിമൂവൽ ഓഫ് ദി ഗം ടിഷ്യൂ ആണ്. ഗം ടിഷ്യൂവിനെ നമ്മൾ സർജിക്കലായിട്ട് റിമൂവ് ചെയ്യുന്നു. അതാണ് ജിഞ്ചൈവോപ്ലാസ്റ്റിയും ജിഞ്ചിവെക്ടമിയും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത് വരുന്നത് ഫ്ലാപ്പ് സർജറി. നമ്മൾ അണ്ടർലൈങ് ആയിട്ടുള്ള ടിഷ്യൂസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അണ്ടർലൈങ് ആയിട്ടുള്ള ബോൺ അല്ലെങ്കിൽ അണ്ടർലൈങ് ആയിട്ടുള്ള റൂട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ജിഞ്ചൈവയെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. ഒരു പോർഷൻ ഓഫ് ജിഞ്ചൈവയെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും അല്ലെങ്കിൽ പുൾ ബാക്ക് ചെയ്യും. അങ്ങനെ പുൾ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ടിലോട്ടും ബോണിലോട്ടും ആക്സസ് കിട്ടുകയാണ്. അതിനെയാണ് നമ്മൾ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജിഞ്ചൈവെ സർജറിയിൽ ഇൻസിഷൻ ഇട്ട് ആ ഫ്ലാപ്പ് അല്ലെങ്കിൽ ആ പോർഷൻ ഓഫ് ദി ജിഞ്ചൈവ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോണും റൂട്ടും കാണും. അപ്പോൾ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്? ചിലപ്പോൾ ഡീപ്പ് സ്കെയിലിംഗ് ആയിരിക്കും ചെയ്യേണ്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റിംഗ് ആയിരിക്കും ചെയ്യേണ്ടത്. ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് അടുത്ത് വരുന്നുണ്ട്. ഗ്രാഫ്റ്റിംഗ് അതായത് എക്സ്ട്രാ ബോൺ ഗ്രാഫ്റ്റിംഗ് ആയിരിക്കും ചെയ്യേണ്ടത്. അതായത് ബോണിൽ നിന്നും എക്സ്ട്രാ ബോൺ വേറെ എവിടെന്നെങ്കിലും എടുത്തിട്ട് ലോസ് ഓഫ് ബോൺ ഉള്ള സ്ഥലത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കും. അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്ലാപ്പ്, റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്ന ജിഞ്ചൈവൽ ഫ്ലാപ്പ് തിരിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടുവന്ന് സ്യൂച്ചേഴ്സ് ഇടുന്നു. അതിനെയാണ് നമ്മൾ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നത്. ഗംസിൽ ഒരു ഫ്ലാപ്പ് ഉണ്ടാക്കി അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ അണ്ടർലൈങ് ആയിട്ടുള്ള ടിഷ്യൂവിൽ എന്ത് പ്രൊസീജിയറാണോ ചെയ്യേണ്ടത് ആ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത ഫ്ലാപ്പ് ജിഞ്ചൈവൽ ഫ്ലാപ്പ് തിരിച്ച് അതേ സ്ഥാനത്ത് വെച്ച് സ്യൂച്ചർ ഇടുന്നതിനെയാണ് നമ്മൾ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റിംഗ് അടുത്തത്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഗം ഗ്രാഫ്റ്റിംഗ് ആണ് പറയുന്നത്. ഗം റെസഷൻ ഉള്ളപ്പോൾ ഗം പല്ലിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് എന്നറിയുമ്പോൾ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലറ്റിൽ നിന്ന് ഒരു ചെറിയ ഗം ടിഷ്യൂ എടുത്തിട്ട് ഇതേ സ്ഥലത്ത്, റിസെസ്ഡ് ആയിട്ടുള്ള ഗം ഉള്ള സ്ഥലത്ത് ആ ടിഷ്യൂവിനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ബോൺ ഗ്രാഫ്റ്റിംഗും ഉണ്ട്. ഇപ്പോൾ ബോൺ ലോസ് ഉള്ള സമയത്ത് എക്സ്ട്രാ ബോൺ നമ്മൾ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ടുവന്ന് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബോൺ സപ്ലിമെന്റ്സ് കൊണ്ടുവന്ന് നമുക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യാം. പിന്നെ വരുന്ന ഇതാണ് പ്രൊസീജിയേഴ്സ് ആണ് ഓസ്റ്റിയോപ്ലാസ്റ്റി ആൻഡ് ഓസ്റ്റിയോക്ടമി. ഓസ്റ്റിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ആൽവിയോളോ ബോൺ റീഷേപ്പ് ചെയ്യുന്നതാണ്. ഓസ്റ്റിയോക്ടമി എന്ന് പറഞ്ഞാൽ ബോൺ എക്സൈസ് ചെയ്ത് കളയുന്നതാണ്. എന്തെങ്കിലും ഫ്രാക്ചേഴ്സോ എന്തെങ്കിലും കൂർത്ത മുനകളോ ഉണ്ടെങ്കിൽ അതിനെ എക്സൈസ് ചെയ്ത് കളയുന്നതാണ് ഓസ്റ്റിയോക്ടമി.
റൂട്ട് പ്ലേനിംഗ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് പ്ലാക്ക് ആൻഡ് കാൽക്കുലസ് ബിൽഡപ്പ് ഓൺ ദ റൂട്ട് ആൻഡ് സ്മൂത്തനിങ് ഓഫ് ദി റൂട്ട് സർഫസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാർട്ടിൽ പഠിക്കാനുള്ളത്. ജിഞ്ചൈവൽ ഡിസീസസ് അല്ലെങ്കിൽ പെരിഡോണ്ടൽ ഡിസീസസ് എന്തൊക്കെയാണെന്നും അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്താണെന്നുമാണ് നമ്മൾ ഇതിൽ കണ്ടത്. സാമ്പിൾ ക്വസ്റ്റ്യൻസും അസൈൻമെന്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് സമയബന്ധിതമായി തീർത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുക. അടുത്ത വീഡിയോയിൽ പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ സ്റ്റേ സേഫ്. താങ്ക് യു.